നല്ല നാടൻ രുചിയിൽ എങ്ങനെ മഷ്റൂം തോരൻ ഉണ്ടാക്കാൻ നോക്കാം. അതായത് കൂൺ തോരൻ. നല്ല ഫ്രഷ് കൂണാണ് വേണ്ടത്. ഞാനിത് മേടിച്ചത് ചിപ്പിക്കൂണാണേ. നിങ്ങൾക്ക് ഏത് കൂണിൽ വേണേലും ഈ മെത്തേഡിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ആദ്യം കൂൺ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ കുറച്ചു നേരം ഇട്ട് വയ്ക്കുക. എന്നിട്ട് ഇത് നന്നായി വെള്ളം കളഞ്ഞ് മാറ്റി വയ്ക്കുക. ചെറുതായിട്ട് കൈ കൊണ്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കുക. ഇതുണ്ടാക്കാൻ ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു വലിയ പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഗരം മസാലപ്പൊടി. മസാലപ്പൊടി ഇത് ഓപ്ഷണലാണ്. ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് മാത്രം ആഡ് ആക്കാവുന്നതാണ്. പൊടികളൊക്കെ നിങ്ങളുടെ ടേസ്റ്റിന് ആവശ്യമുള്ളതുപോലെ എടുത്താൽ മതി. ആവശ്യത്തിന് ഇതുപോലെ സവാള ചെറുതായിട്ട് അരിഞ്ഞത്. ചെറിയ ഉള്ളി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയത് കൂടി വേണം. ചിരകിയ തേങ്ങയിൽ നമ്മൾ എടുത്തു വെച്ച കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും ആഡ് ആക്കിയിട്ട് കൈ കൊണ്ട് തിരുമ്മി മാറ്റി വയ്ക്കാം. ഇനി ഇത് ഉണ്ടാക്കുന്ന വിധം നമുക്ക് നോക്കാം. ഞാനിത് ഉണ്ടാക്കാനായിട്ട് മൺചട്ടിയാണ് എടുത്തത്. നിങ്ങൾക്ക് മൺചട്ടിയോ ചീനിച്ചട്ടിയോ യൂസ് ചെയ്യാവുന്നതാണ്. ചൂടായ മൺചട്ടിയിൽ ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. ശേഷം തിളച്ച് വരുന്ന എണ്ണയിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കറിവേപ്പിലയും പച്ചമുളകും ആഡ് ആക്കിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കടുക് പൊട്ടിക്കാവുന്നതാണ്. ഞാനതില്ലാത്തതുകൊണ്ട് സ്കിപ്പ് ചെയ്തതാണ്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മഷ്റൂമും ചേർത്ത് ഒന്ന് മിക്സാക്കി അടച്ചു വെച്ച് 2 മിനിറ്റ്സ് വേവിക്കാം. ശേഷം കട്ട് ചെയ്ത് വെച്ച സവാള കൂടി ആഡ് ആക്കിയിട്ട് പാകത്തിന് ഉപ്പും ഇട്ട് ഏകദേശം 10 to 15 മിനിറ്റ്സ് അടച്ചു വെച്ച് വേവിക്കാം. മഷ്റൂമും സവാളയും നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച് നാളികേര കൂട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വേവിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മഷ്റൂം കിട്ടുമ്പോഴൊക്കെ പെട്ടെന്ന് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല ടേസ്റ്റി തോരൻ ഉണ്ടാക്കാവുന്നതാണ്. ഏകദേശം ചിക്കൻ്റെയൊക്കെ ടേസ്റ്റുള്ള ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് ഇത്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.